Ahlan wasahlan, Kifa, beautiful people. Welcome to another episode of Vibe with Dr. Poo. ഇന്ന് ഞാൻ ഭയങ്കര കളർഫുൾ ആയിട്ട് റിലാക്സ്ഡ് ആണ്. കാരണം സാധാരണ നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ വൈവിധ്യമാർന്ന ഗസ്റ്റുകളാണ്. പക്ഷേ അത്യാവശ്യം ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുക. പക്ഷേ ഇന്ന് ഞാനും വളരെ ഫ്രീ ആയിട്ട് എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്തൊരു സെഷൻ ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ലേ, ആ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റിനെ കിട്ടും തന്നെ ഞാനും പ്രതീക്ഷിച്ചതല്ല. ഓൾ താങ്ക്സ് ടു ആസാദ് ബ്രോ, എൻ്റെ പ്രിയ സഹോദരൻ. അദ്ദേഹം കാരണമാണ് ഈ ഒരു ബൈക്ക് മോഡൽ ഓൺടർപ്രിനർ വൈബ് മനുഷ്യൻ ഓൾ ദ വേ ഫ്രം പത്തനംതിട്ട അദ്ദേഹത്തിനെ കിട്ടിയത് ഞാൻ വലിയൊരു ഭാഗ്യമായി കാണുന്നു. ഹിസ് നെയിം ഇസ് ബിബിൻ വർഗീസ്. വെൽക്കം ടു ദി ഷോ. ഇൻട്രോ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ തുടക്കം നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്യാച്ചി പോയിന്റ് വേണം. ഞാൻ ഭയങ്കര വൈബാന്നൊക്കെ ബിൽഡപ്പ് കൊടുത്താണ്. ഈ മൂക്ക് കുത്തിയപ്പോ മമ്മി ഒന്നും പറഞ്ഞില്ലല്ലോ? ഒന്നും പറഞ്ഞില്ല. പ്രതീക്ഷിച്ചു എന്തെങ്കിലും പറയാമെന്ന്, പക്ഷേ She was cool. മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ബിപിൻ ബ്രോയുടെ ഇൻട്രോ ഒക്കെ ഞാൻ ഭയങ്കര മാസമായിട്ട് കൊടുത്തു. ജോക്സ് അപ്പാർട്ട്, യു ആർ ഡൂയിങ് എ ഫെന്റാബുലസ് ജോബ് ഇൻ ലൈഫ്, സോ കുഡോസ് ടു ദാറ്റ്. ബിപിൻ ബ്രോനെ പറ്റി ഒന്ന് പറയൂ ഞങ്ങളോട്, കാണുന്ന പ്രേക്ഷകരോട്. ഓക്കെ, സോ ഹു ആർ യു? ഓക്കെ, ഫസ്റ്റ് പോഡ്കാസ്റ്റിലെ ഇത് നെർവസ്. ഇതിൽ കട്ടില്ല കേട്ടോ, ഇതിൽ റോ ആൻഡ് അൺഫിൽറ്റേർഡ് ആണ്. മുഖഭാവങ്ങളെല്ലാം ക്യാമറ ഒപ്പിയെടുക്കും. നീ മാസമായിട്ടിരുന്ന് പറഞ്ഞു. സോ ബേസിക്കലി ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, മൈ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ 2007. ഓക്കെ, സോ ഐ വാസ് വർക്കിംഗ് ആസ് എ ഡോക്യുമെന്റഡ് കൺട്രോളർ ഫോർ എൻ കോൺട്രാക്ടിംഗ് കമ്പനി 3 years. Followed by 2011 I started up my business. Oh, nice. Okay. So that was in Ras Al Khaimah. And 2014 I opened up a license here in Abu Dhabi. Oh, okay. And 2022 another license. And Abu Dhabi itself again. Okay. That's a trading company. So overall 3 companies I have right now. All running successfully. God bless. Yeah. So it's there. ഓക്കെ, അത്രേ ഉള്ളൂ. അത്ര സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ബൈക്കർ ആയത് എപ്പോഴാ? അത് ലൈക്ക് നമ്മൾ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെയാണോ പഠിച്ചത് അതോ? I was here. I did my studies here in Abu Dhabi and then in India also. ഓക്കെ ഓക്കെ, അപ്പൊ സ്കൂൾ ഇവിടെ ആയിരുന്നു? Yeah, schooling. ഓക്കെ. So then Fully nervous? Yeah, a bit. Okay. ഇതൊക്കെ രസല്ലേ. Okay. So ബൈക്കിന്റെ കാര്യം ചോദിച്ചു. ലൈക്ക് നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമാണ്, നമുക്ക് വണ്ടി വേണം ഇത് ചെയ്യാം. പക്ഷെ അച്ഛനൊന്നും സമ്മതിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞത് നിനക്ക് വേറെ അപ്പന്റെ അമ്മയുടെ ഒറ്റ മോനാണോ? Yes, ഓക്കെ ഓക്കെ. I got 2 sisters also. അപ്പൊ പിന്നെ ഒറ്റ മോനല്ലേ? സോ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് ശരി. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ when we started earning, then I didn't depend on them. Okay. So I took my license here and then I took my bike. You have your dream bike with you now? Yeah. ഏതാണെന്നും കൂടെ പറയൂ. It's right now I'm having Harley 48. Oh. അത് ഡ്രീം ബൈക്ക് ആയിരുന്നു? Yeah. I mean, see, this is my second bike. Second bike, I can. Second bike. Okay. So Which was your first bike? The first bike, it was Suzuki Bolero. Okay. Yeah. എനിക്കും അറിയത്തില്ല. എനിക്ക് ആകെ അറിയാവുന്ന പൾസറാണ്, കാരണം എന്റെ പട്ടിക്കുട്ടിക്ക് ഏകദേശം ആ ഷേപ്പാണ്. പറയൂ. ലൈസൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞൊരു 1800cc ബൈക്കാണ് ഞാൻ എടുത്ത് ഈ അബുദാബി റോഡില്. First it was a bit nervous for me, okay? Like because 1800cc big, okay, കാണുമ്പോൾ വലിയ ക്രൂസർ ബൈക്ക് ഒക്കെയാണ്, but I was a bit scared, okay? പക്ഷെ രണ്ടും കൽപ്പിച്ച്. അപ്പൊ ഒരു ബൈക്കിന്റെ മാക്സിമം എത്ര cc ആണ്? പറ. ഏറ്റവും കൂടുതലുള്ള എത്രയെന്ന് പറയാം? ഓട്ടോമൊബൈലൊക്കെ ബേസ് ഉള്ള മനുഷ്യ പറഞ്ഞു. 2000cc കൂടുതൽ, അതിന്റെ മുകളിൽ വന്നിട്ടില്ല. ഷുവർ ആണ്? ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ കിട്ടും കേട്ടോ. പറഞ്ഞു വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി എന്റെ ഡ്രീം കാർ കേട്ടാ ചിരിക്കരുത്. ഏതാന്നറിയോ? സ്മാർട്ട്, മറ്റേ മൂട്ട പോലത്തെ. പിന്നെ നാനോയില് എന്റെ ഡ്രീം എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ നാനോയില് ഞാനൊരു റെഡ് ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ പീസ് കാണിച്ചിട്ട് ടർബോ എഞ്ചിൻ വെച്ചിട്ട് റോഡിൽ കൂടെ പോകണം. എന്നിട്ട് ഇഫ് മൈ ഡാഡ് ഇസ് ഡ്രൈവിംഗ് ഇറ്റ്, ഐ വാണ്ട് അച്ഛ ടു ഡ്രൈവ്. ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ഡ്രൈവ്. അച്ഛൻ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ അയ്യോ അച്ഛാ സൂക്ഷിച്ച്, അയ്യോ അച്ഛാ സൂക്ഷിച്ച്, അയ്യോ അച്ഛാ സൂക്ഷിച്ച്. ഇങ്ങനത്തെ ഡ്രീം കേട്ടിട്ടുണ്ടോ? മനസ്സിൽ പുച്ഛിക്കണ്ട, എനിക്ക് കേൾക്കാം. കണ്ടിന്യൂ. അപ്പം 1800cc ബൈക്കൊക്കെ എടുത്ത് ഓടിച്ചിട്ട് അങ്ങനെ my longest drive was till Fujairah. Yeah, with that 1000 ഫ്രം അബുദാബി. from Abu Dhabi. അപ്പൊ ബോഡി പെയിൻ ഒന്നും ഉണ്ടാവില്ല? No. ഉറങ്ങിപ്പോയി ഇടയ്ക്ക്?
എന്തിനാ അല്ല ഉറങ്ങുന്നത്? സൈഡിൽ ഉറങ്ങി നിർത്തി അപ്പം ഉറങ്ങി. അല്ല ഇറ്റ് വാസ് എ നൈസ് റൈഡ്. യു ലൈക്ക് ടു ഡ്രൈവ് ദ Yeah, ബൈക്ക്. yeah. അത് പറ. ഉം. So we had a group, ഉം. okay, with them. ഒരു റൈഡ് പോകുന്നത് it was ഇപ്പൊ കാർ ഇഷ്ടമല്ല. car, of course. ആ This car is a different league. പക്ഷെ ഈ ബൈക്കിൽ പോയി നമ്മൾ കറക്കില്ലേ, നമ്മുടെ അതെ. ചർമ്മകാന്തിയൊക്കെ അഫക്റ്റ് ആവില്ലേ? അങ്ങനെ നോക്കില്ല. അങ്ങനെ ആരും നോക്കത്തില്ല. ഓക്കെ. അതോ മറ്റേ മുത്ത സാധനമൊക്കെ ഇട്ടിട്ട് അതെല്ലാം ഉണ്ട്. അതെ സേഫ്റ്റി അതെ. ഗിയേഴ്സ്, ഓഫ് കോഴ്സ്. ആ സേഫ്റ്റി ഗിയേഴ്സ് വിൽ വെയർ ഇറ്റ്. ആ ബട്ട് കറക്കുകയോ അല്ലെങ്കിൽ നടുവേദനയാണെന്നൊക്കെ പറഞ്ഞ് ഇല്ല ദെൻ ഇരിക്കില്ല. ബൈക്ക് ഇസ് നോട്ട് ഫോർ ദം. ആ ഓക്കെ. ഓക്കെ. സോ അങ്ങനെ നൈസ്. അപ്പോൾ ഇപ്പോൾ ഹാർലി എവിടെയാണ്? ഹാർലി ഇപ്പം തൽക്കാലത്ത് ഗ്യാരേജിലാണ്. കുറച്ച് അപ്ഗ്രേഡ് ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനി മോഡിഫൈ ചെയ്യാൻ അതെ പോയനെ. അതെ. എന്താണ് ശബ്ദം കൂട്ടും? ശബ്ദം കൂട്ടല്ല, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ലൈറ്റ് അത് കത്തും. അത് വരുമ്പോൾ നമ്മൾ അടുത്ത പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ്. അത് ഇറങ്ങും വരും മാസം ഇറക്കാന്നൊക്കെ. ബൈ ദ വേ, ജോക്സ് അപ്പാർട്ട്, ഇത് എളുപ്പമല്ല സംഭവമല്ല. ബട്ട് ഹ്യൂജ് റെസ്പെക്ട് ആൻഡ് കുഡോസ് ടു അച്ചീവിങ് ദാറ്റ് ഡ്രീം. ഒത്തിരി പേര് ഡ്രീം ആണല്ലോ ഹാർലി ഡേവിഡ്സൺ. ഐ എം ഷുവർ യു വുഡ് അഗ്രി. ഓൾ റൈറ്റ്. അപ്പോൾ ബൈക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഡ്രീം കാർ ഏതാന്ന് പറഞ്ഞേ? ഡ്രീം കാർ. ഉം. ഞാനിപ്പോ ഫെറാറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം കിട്ടുമോ ഫെറാറി? കിട്ടൂലോ. വൈ കാണ്ട് യു മാനിഫെസ്റ്റ് ഇറ്റ് ആൻഡ് യു ആർ ഓൾറെഡി ഡൂയിങ് ബിസിനസ്? വൈ നോട്ട്? മേ ബി ഇറ്റ്സ് ഓൺ ദ വേ. നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഡാൻസിങ് എങ്ങനെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? നോ പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല. ഇല്ല, നമുക്കൊരു പാഷനാണ്, നമ്മൾ ആ ഒരു ഇഷ്ടം. ഇഷ്ടം. മ്യൂസിക്, ഡാൻസ് അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ മോഡലായി. സ്കൂൾ, യെസ്, മോഡൽ. ഓക്കെ. ആൻഡ് ടെൽ us about that. മോഡൽ കോളേജിൽ തുടങ്ങിയതാണോ? കോളേജ് എന്തിനാക്കിയത്? സ്കൂള് സ്കൂളിൽ നിന്ന് തുടങ്ങി. ശ്ശോ, ഞാൻ എന്നെ തന്നെ ഇനി കുറച്ച് പറയാൻ പാടില്ല എന്നൊക്കെ. പറഞ്ഞോളൂ. അങ്ങനെ ചിന്തിക്കാതെ ആ. സ്കൂളിൽ നിന്ന് തുടങ്ങിയെന്ന് പറയാം. എന്നിട്ട് നമ്മൾ 5ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ പരിപാടികളാണ്. അടിപൊളി. എന്നിട്ട് ഇപ്പം മിസ്സി ചേച്ചിയുടെ, നമ്മുടെ സ്വന്തം മിസ്സി മാത്യൂസ്, യെസ്, നമ്മുടെ അബുദാബിയിലെയും എല്ലാ UAE പ്രവാസികളുടെ തന്നെ അഭിമാനമാണ്. ഷീസ് എ മോഡൽ വിത്ത് എ വണ്ടർഫുൾ ആറ്റിറ്റ്യൂഡ്. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ഹർ അമ്മ ആസ് വെൽ. പുള്ളിക്കാരത്തി വൈബോണാണ്, വൈബോണാണ്. സോ ഹൗ വാസ് വാക്കിംഗ് ഫോർ മിസ്സി മാത്യൂസ്? It was a great journey. Okay. Okay, I think I have done by now 3 to 4 shows. Okay. Okay. Mm. Still waiting for more to come. Okay. Inshallah, yes. Yeah. Very excited. Okay, so it's like that. നൈസ്. ബിബിൻ ബ്രോന്റെ ലൈഫിലെ ബിബിൻ ബ്രോനെ എന്താണ്, വാട്ട് കീപ്സ് യു മോട്ടിവേറ്റഡ്? Of course, again, Mm. dance, music. സോ യു ഡൈവേർട്ട് യുവർ പാഷൻ Yeah, അല്ലേ? yeah. എന്തെങ്കിലും വിഷമം വന്ന, എന്തെങ്കിലും ദേഷ്യം Exactly. അല്ലെങ്കിൽ ബിസിനസ് പ്രഷർ അതൊക്കെ വന്ന അല്ലേ? See, ബിസിനസ്സിലെല്ലാം പ്രഷർ, അല്ലെങ്കിൽ ups and downs ഇതെല്ലാം ഉണ്ടാവും. ഉണ്ടാവും. അതുണ്ടാവും. Okay, so it's not every time it's going a smooth way. Mm. Okay, so അതെല്ലാം ഉണ്ടാവും. അത് we can recover. Okay. recover it. Okay. ബിസിനസ്സിലോട്ട് ഇറങ്ങാനുണ്ടായ പ്രചോദനം? When we have our own time, നമുക്ക് എന്തുവേണേലും ചെയ്യാം. സോ ദാറ്റ് കെപ്റ്റ് യു മോട്ടിവേറ്റഡ്. Yeah. സെൽഫായിട്ട് തോന്നിയതാ. ഫാമിലിയിൽ ബിസിനസ് ആരും ചെയ്തിട്ടില്ല? No. ഇല്ല. യു ആർ ദ ഫസ്റ്റ് വൺ. I was the one who was proposing this one to my dad, like let's do some business. He's also an engineer. Okay. നൈസ്. So പുള്ളിക്കാരൻ്റെ സെയിം ഫീൽഡ് തന്നെയാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൈസ്. Into power related. ഓക്കെ. Okay. അപ്പാസ് ഗൈഡിങ് യു സ്റ്റിൽ? Yeah, he's still there. Beautiful, Yeah, beautiful. yeah. So his guidance is there always. സോ ഹീസ് ദേർ ടു ബാക്ക് യു അപ്പ്. അപ്പൊ തന്നെ ഒരു ധൈര്യം അല്ലേ? Exactly. നൈസ്. ഓൾ റൈറ്റ്. ഇനിയും മൈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ടു ഈസ്, ബിബിൻ വർഗീസ് എന്ന മനുഷ്യനെ ഒരു 2 സെന്റൻസിൽ ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ ഹൗ വുഡ് യു ഡു ദാറ്റ്? Honest. Very honest. ഞാൻ So friendly. പോരട്ടെ. I'm always available for anyone. സഹായ മനസ്കനാണെന്നാണോ ഉദ്ദേശിച്ചത്? Yeah, അങ്ങനെ പറഞ്ഞോ. അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ ആഡ് ചെയ്തോന്നൊക്കെ. ശരി. ഹൗ ഡു യു ആൻഡ് ദെൻ ഇഫ് ഐ ആസ്ക് യു, ബിബിൻ ബ്രോനെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തൊരു സംഭവം ഉണ്ടാവുമല്ലോ, ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ചാലഞ്ചസ് ഉണ്ടാവുമല്ലോ. ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്? സെൽഫാണോ, ഫാമിലി ആണോ, ഫ്രണ്ട്സ് ആണോ, ഇൻ യുവർ ജേർണി? എൻ്റെ ലൈഫിൽ ഐ ടെൽ യു വാട്ട് ഹെൽപ്സ് മീ ദ മോസ്റ്റ്. ഐ എം എ പെറ്റ് ലവർ. എനിക്ക് പൂച്ചക്കുട്ടികളും പട്ടിക്കുട്ടിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ഫീൽ ദേ ഹീൽ മീ ടു എ ലോട്ട് Yeah, എക്സ്റ്റെൻറ്റ്. I do have a pet. എന്താണ്? It's a Yorkshire. Yorkshire Dog. doggy. I have a Shiba Inu. So has he played a vital role in healing you? Yeah. ആണോ? Yeah. പണ്ടേ പെറ്റ് ലവർ ആയിരുന്നു, അതോ ഇപ്പൊ റീസെന്റ് അവൻ ജീവിതത്തിലേക്ക് വന്നാണോ? Maybe 6-8 years. 8 years. So he's there since 8 years. Yeah. He's still Oh, here. nice. Still here. Okay. So did he help you overcome that
most painful situation or something in life? No, I'm not telling that way. Okay. But I just, I just enjoy, when he's around. Okay. I It gives just, you a lot of yeah, peace. yeah, ഒരു yeah. മെന്റൽ പീസ് Correct, ആണ്. correct, ഓക്കെ. ആസ് എ പെറ്റ് ലവർ എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതല്ലേ. അതെ, they play their own role. correct. കാരണം we are their world at the end of the day. Okay. Now, They are considered as one of our child, definitely. And if you don't see them as family, അവരെ വളർത്താൻ Yeah, നിൽക്കരുത്. Then don't take. Yeah. Yeah, I don't would take say them. don't take. ഉപദ്രവിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു പെറ്റിനെ എടുക്കണം എന്ന് പറയുമ്പോൾ ഒരാളുടെ കൈ കണ്ടിട്ട് അത് എടുക്കുന്നത് പറഞ്ഞാല് അത് കൗതുകമാണ്. That is yes. not genuine. Okay, so എന്നിട്ട് one fine day you just abandon them. Oh, yes. And it's very sad to see that, correct. അവർക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയില്ല. It's better And don't please take. don't forget, karma will hit back if you do that to them. കാരണം that's the worst thing you can do to those voiceless beings, yeah? പിന്നെ, now എന്താണ്, what's your dream? 3 ബിസിനസ്സായി, ബൈക്കറായി, മോഡലായി, ഡാൻസറായി, വൈബുള്ള ബഡീസ് ഉണ്ട്. ഇനി എന്താണ് ഡ്രീം? Fashion show. അതില് മിസ്റ്റർ വേൾഡിന് പോകണായിരിക്കും. Yeah, let's see. നമുക്ക് ഇപ്പൊ നമ്മുടെ ടൈം ശരിയാവെന്ന് പറയാൻ പറ്റില്ല. മാറും നമുക്ക് യു പറയാം. ഹാവ് എനി റോൾ മോഡൽ ഇൻ ഫാഷൻ? അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഹീറോസ് ആരെങ്കിലും? ഒന്നുമില്ല. മൈസെൽഫ് അല്ലേ? ഓക്കെ, ശരി. ആൻഡ് ഏതെങ്കിലും ഇഷ്ടമുള്ള ജോണർ ഉണ്ടോ ഫാഷനിൽ? അതായത് ഡു യു ലൈക്ക് മോർ കാഷ്വൽസ് ഓർ കുറച്ച് റോയൽ അങ്ങനത്തെ ജോണറാണോ? ഏതാണ് കൂടുതൽ ഇഷ്ടം? I think everything suits me. മനുഷ്യൻ, ഞാനിപ്പോ എന്താ പറയാ. ശരി, അപ്പൊ ബിപിൻ ബ്രോ ചെയ്യാത്ത പണി പാട്ട് പാടില്ലല്ലേ? പാട്ട് പാടാം, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ ശ്രമിക്കണം. ശ്രമിക്കാം. അപ്പൊ കുട്ടിക്കാലത്ത് ചേർച്ചിലൊക്കെ പോകുമ്പോ പാടില്ലായിരുന്നു? വെറുതെ മൂടും. സാരല്ല. അപ്പൊ രണ്ടുപേരും മൂടുമ്പോൾ നല്ല പാട്ടുകാരനാണ് ഞാൻ. ആണോ? എന്നൊന്ന് മുള്ളി ഓരോരുത്തര്. ജോക്സ് അപ്പാർട്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ഐ നോ നമ്മൾ ആക്ച്വലി എനിക്ക് അധികം പരിചയമൊന്നുമില്ല അദ്ദേഹത്തെ, പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും അദ്ദേഹം വൈബോട് കൂടി തന്നെ ഈ ഒരു പോഡ്കാസ്റ്റ് സെഷന് വരാനും അതിൻ്റെ ഒരു ഭാഗമാവാനും അതിലെ ഗസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് ജേർണി നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനും കാണിച്ച നല്ല മനസ്സിന് താങ്ക് യു. വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദി അപ്കമിങ് യങ്സ്റ്റേഴ്സ്? ഒരുപാട് പേരുടെ വലിയൊരു ഭീതിയാണ്, ദേ ഫിയർ ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ്. വാട്ട് യുഡ് ലൈക്ക് ടു ടെൽ ദം? See, എൻ്റെ ഒരു എക്സ്പീരിയൻസ് when I started business, like initially നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. Okay, if you keep talking, the talk keeps going on like that. Okay. You should take the daring step. Okay. You should have that daring step forward. Do it. See, അതിൽ എന്ത് സംഭവിക്കുന്നത്, that is secondary thing. Okay. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. It shouldn't be the same with everyone. True. Okay. സോ നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മുന്നോട്ട് എടുത്താലേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് കാര്യം അറിയാൻ പറ്റുള്ളൂ. True. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണോ? മേ ബി അവിടെ ഇഫ് യു ഫ്ലറിഷ് ഫ്രം ദർ, മേ ബി യു വിൽ ഡു സംതിങ് എൽസ്. True. You will get a diversion. Okay. So every challenge helps you rediscover. Yeah. So I always tell, whenever you have that daring thing, step forward. Okay. Do it. ധൈര്യത്തോട് മുന്നോട്ട് പോവുക. എന്നിട്ടാണ് രണ്ടുപേരും പാടാഞ്ഞ്. ജസ്റ്റ് ജോക്കിങ്ങാ. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ചിലരുമായിട്ടാണ് നമുക്ക് ആ ഒരു വല്ലാത്തൊരു കോംഫി ഫീൽ ചെയ്യുക അല്ലേ? ലൈക്ക് യു സെഡ്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവുമ്പോൾ നമുക്കും അറിയാം കൂളായിട്ട് നമുക്ക് സംസാരിക്കാം, ഒരു ഫ്രീ ആയിട്ട് എടുക്കാം. ഇപ്പൊ ഈ രണ്ട് ബിസിനസ് ഒക്കെ പറഞ്ഞു. This was like my father, everyone was all involved. ആണല്ലേ? We had all this discussion, all was there. The third one, like അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് when I had my kids, okay, so I need to think about something else. തീർച്ചയായിട്ടും അവരുടെ ഭാവി. Yeah, so okay, ഇനി നെക്സ്റ്റ് ഡൈവേർഷൻ വേണം. Okay, so that നമ്മൾ ആ സമയത്ത് നോക്കുമ്പോൾ പണോ അല്ലെങ്കിൽ the fund or this ഒന്നും, I'm not thinking about it. But I discussed with one person, okay, and one fine day we discussed this thing, and the very next day he was ready. Okay. He was ready, okay, Nice. to be a partner of mine. That's To be a nice. partner of Okay. mine. Okay, and we started, all of a second we just started. Okay. Okay, Wow. ഫണ്ട് എവിടുന്ന് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയില്ല. but we did it. Nice. Okay, and that company is now 4 years running. Okay. Whoa. 4 years. 4 years. No, it's not a small thing.
That's nice. That's nice. And running successfully. സക്സസ്ഫുള്ളി. Growing. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Though. ഈ ഇത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഐ നെവർ ഡിസ്കസ്ഡ് വിത്ത് മൈ പേരൻസ്. Oh, okay. It was your own. Yeah. Myself. എൻ്റെ ബിക്കോസ് സ്വന്തം. അതില്ലാത്ത കാര്യമാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ മാതിരി. ലൈക്ക് ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പം ബാക്കിൽ ചിലപ്പോൾ പറയും എന്ത് ചെയ്യാൻ പോകുന്നു, ഉം. അത് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ശരിയാവുമോ? ശരിയാവുമോ, ഓ, അതങ്ങനെയാണോ? അതിന്റെ ഇങ്ങനെയാണോ? അതറിയോ? അതിന്റെ ഔട്ട്ലൈനും ഇതൊക്കെ പല കാര്യങ്ങളും പല ചോദിക്കും. അതെ. അത് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് കാണാം. അതെ. ഓക്കെ, ചില ആൾക്കാർക്ക് അത് ഓക്കെ അതൊരു ദർസ് എ ക്വസ്റ്റ്യൻ. ആ ചോദിക്കുന്ന ആള് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Very true. ഓക്കെ, Very true. ബട്ട് ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് ഒരു നെഗറ്റീവ് തോന്നും. ദെൻ അവര് മൊത്തത്തിൽ ഡൗൺ അപ്പൊ ഈ ഉണ്ടായിരുന്ന തോട്ട് ആ. ദെൻ അഗെയിൻ It will dissolve. അത് പിന്നെ കാണൂല അവിടെ. ഈ ചില ആൾക്കാർ പറയില്ല നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഉം. keep Okay. it. Let it happen. let it എന്ന് happen. happen ചെയ്ത് കഴിഞ്ഞിട്ട് സോ Beautiful. ഞാൻ ഈ കമ്പനിയിൽ തുടങ്ങി 1 year, ആ, എക്സാക്ട്ലി 1 year ആ. ഞാനിത് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ഇല്ല. Okay. Okay, it was just running behind. Beautiful. Why I did this? Because I wanted to move. Let's see. ഇത് I want to എന്താ? analyze how it is going. Okay. Okay. 1 year it was fine, very good. Okay. Okay, small or big, that is different thing. Mm. Okay, we did a good job there. Good. Then I told. Okay. Okay, ഇത് കേട്ടപ്പോൾ അപ്പനും അമ്മയ്ക്കും പിന്നെ എപ്പോഴും ഞെട്ടുന്നോണ്ട് അവർക്ക് കുഴപ്പമില്ല. ഇത് കേട്ടപ്പോൾ എന്റെ പേരൻസ് they were so surprised. What? That's what I said. Yeah. They're used to getting shocked because you come up with surprises Yeah, always. yeah. ബിബിൻ അല്ലേ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാവന്. So they were surprised. അപ്പം അമ്മയാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോൾ വാ മോൻ ഇത് ചെയ്യുന്നു, എങ്ങനെ കാര്യങ്ങൾ പോകുന്നു. അമ്മമാർക്ക് ചുടും ഭയങ്കര ഇത് കേൾക്കുമ്പോഴൊക്കെ You might be mommy's favorite ഓഫ് also. കോഴ്സ് അവർക്കൊരു വറി ഉണ്ടാവും, ഇല്ലാൻ കുഴപ്പമുണ്ടോ, അവരും ചിന്തിക്കും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. കുഴപ്പത്തിൽ നിന്ന് കയറി പെടരുത്. തീർച്ചയായിട്ടും. ഓക്കെ, സോ അത് അവരുടെ സൈഡ്. ഓക്കെ, Then they were very proud. now when they hear all those good അതിന്റെ things ഒരു and ഗ്രോത്തും growth, കാര്യങ്ങളും. okay, very good. Nice. Okay, so proud. Nice. Okay. Very nice. Is there anything else you'd like to share with us in this podcast session? This being your first podcast Yeah, session. this is my അതിൽ very first താങ്കൾക്ക് podcast. എന്താണ് താങ്കളുടെ ഫീലിംഗ്? പറയൂ. പോരട്ടെ. ഇത്ര നേരം മിണ്ടി മനുഷ്യൻ മിണ്ടണ്ടേ. മിണ്ടു. മിണ്ടല്ലേ? മിണ്ടു. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഫിയർ. ഒന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇവര് തോക്കുണ്ടെങ്കിൽ അങ്ങനെ പറയിപ്പിക്കേണ്ടി വരും. ആ ഫിയർ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഫിയർ പതുക്കെ മാറിയെന്ന് തോന്നും. Hopefully I can do more podcast with you and your team. ഇൻഷാല്ലാ. Let's see. പിന്നെ താങ്കൾക്ക് ആരും തരാത്തൊരു കോംപ്ലിമെന്റ് ഞാൻ തരാം. ബിക്കോസ് ഞാൻ അത്യാവശ്യം അടുത്ത് ഇരുന്നാണല്ലോ പുള്ളിയോട് ഇപ്പൊ സംസാരിക്കുന്നത്. താങ്കൾക്ക് ബാബു ആന്റണിയുടെ കട്ടുണ്ട് മാൻ. അത് ഇനി എന്നോട് എല്ലാരും പറഞ്ഞെന്ന് പറയും. ഞാൻ മൈക്ക് എടുത്തായിരിക്കും. സത്യം പറഞ്ഞു. പിന്നെ എവിടെ എന്തെങ്കിലും തരും. ഒലിക്ക് എവിടെയാ നിലവിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ മുടിയില്ലെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ പോഡ്കാസ്റ്റ് എന്തായാലും BP ഉള്ളവർക്കും അതായത് എന്തെങ്കിലും ഹൈപ്പർ ടെൻഷനോ റീസെന്റ് ആൻജിയോഗ്രാം കഴിഞ്ഞവർക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ബട്ട് ജോക്സ് അപ്പാർട്ട്, ഈ മനുഷ്യൻ വൈബ് അടിച്ചുകൊണ്ട് പുള്ളിയുടെ ജീവിതം ജീവിക്കുകയാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ലൈഫ് ഇസ് ഇൻകംപ്ലീറ്റ്. ദാറ്റ്സ് വാട്ട് ബിബിൻ വർഗീസ് ഹസ് പ്രൂവൺ ഹിയർ. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ആരെയും ഉപദ്രവിക്കാതെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. യു ക്യാൻ ഫോളോ യുവർ പാഷൻ, യു ക്യാൻ ബി എ പ്രൊഫഷണൽ ആൻഡ് do everything without hurting anyone and follow life the way it is. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ചില സമയത്ത് തോന്നുന്ന ഒരു ഡെയറിങ് തോട്ടായിരിക്കും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുക. ആ ഒരു തോട്ട് വരുമ്പം ബിലീവ് ഇൻ ദി ഓൾമൈറ്റി, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് ഗോ ഫോർവേഡ്. അതാണ് ബിബിൻ ബ്രോ പറഞ്ഞത്. പക്ഷേ ജോക്സ് പാർട്ട്, ഇങ്ങനെ പുള്ളിയെ പോലുള്ളവരൊക്കെ നമ്മളെ ചിരിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒത്തിരി പേര് സ്ട്രെസ്സൊക്കെ അടിച്ച് മരിക്കാത്തത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരും വേണം അല്ലേ നമുക്ക്, അല്ലെങ്കിൽ വർക്ക് അതെല്ലാം വേണം. അതെ. പക്ഷെ അതിന്റെ അപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, be it singing, dancing, Yes. maybe playing in some instruments,
യു ഹാവ് ടു ഡു ഇറ്റ്. ഞാനതേ പറയത്തുള്ളൂ. ഉം. ഞാനത് എനിക്ക് ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയില്ല, ബട്ട് ഐ ലൈക്ക് ടു ഡു ഇറ്റ്. എനിക്ക് പാട്ട് പാടാൻ എനിക്കറിയില്ല, ബട്ട് ഐ ലവ് ടു സിംഗ്. എന്നിട്ട് പാടിയില്ല ഞാൻ പാടില്ല. ചോദിച്ചപ്പോ അതെ മേ ബി ഞാൻ കുറെ പാട്ട് പാടിച്ചിട്ട് ഞാൻ ഞാൻ വരും. പഠിച്ചിട്ട് ഞാൻ വരും. That's the അത് thing. നിങ്ങൾ സഹിക്കേണ്ടി വരും. അന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. നമുക്ക് ഹൈ ക്വാളിറ്റി മൈക്കും അത് കൂടാണ്ട് ഓട്ടോ ട്യൂണും AI ഒക്കെ ഉള്ളത് വളരെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇതിനൊക്കെ നിമിത്തമായ ആസാദ് ബ്രോന് ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ആസാദ് ബ്രോനെ പറ്റി 2 വാക്ക് പറയും. ഓ വെരി സ്വീറ്റ് ഗൈ. അതെ, ഓക്കെ. സ്വീറ്റ്. ഞങ്ങളുടെ കുട്ടി ദുൽഖർ. ഈ ഫാഷൻ ഷോയിൽ ഞാൻ വന്നപ്പോഴാണ് ഞാൻ ആസാദിനെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് നല്ലൊരു ഫോട്ടോ ഇങ്ങനെ താഴെ കാണിക്കാം. ആസാദ് ബ്രോ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കുന്നത് ഇതാണ് ആസാദ് ബ്രോ. എന്നിട്ട് പുള്ളിയുടെ ഒരു സംഭവം എന്താണെന്നറിയോ, എല്ലാരും ഒന്നിച്ച് കൊണ്ടുപോകാൻ ഇഷ്ടമാണ്. എല്ലാവരും റെസ്പെക്ട് ചെയ്യും, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. അതായത് ചിലർ ഞാൻ നന്നാവണം, എൻ്റെ അവസരങ്ങൾ, അയ്യോ ഞാൻ ഇനി ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാൻസ് പോവോ. ഹീസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ അറ്റ് ഓൾ. ഹി ജസ്റ്റ് വാണ്ട്സ് ടു സപ്പോർട്ട് എവ്രി വൺ, ഗോ അലോങ് വിത്ത് എവ്രി വൺ, ആൻഡ് ഇമ്മൻസ്ലി ടാലൻറ്റഡ് ബൈ ദ വേ. ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം അദ്ദേഹം ബിഗ് സ്ക്രീനിൽ വരണം എന്നാണ്. ഇൻഷാല്ല ഡയറക്ടർ എന്തെങ്കിലും കണ്ടിട്ട് വലിയ നിലയിൽ എത്തട്ടെ. പക്ഷെ അദ്ദേഹം കാരണമാണ് ബിബിൻ ബ്രോ ഈ ഒരു വൈബ് വിത്ത് ഡോക്ടർ പോലും വന്ന് ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു പോഡ്കാസ്റ്റ് സെഷൻ ആയിരുന്നു ഇത്. ചിരിച്ചതിലുപരി എന്താ പറയുക, നമുക്കൊരു ബ്രദർലി വൈബ് ഫീൽ ചെയ്യില്ലേ. നമുക്ക് കുറേ നാൾ കഴിഞ്ഞ് കിട്ടിയൊരു കസിൻ, അവനെ ചൊറിയണമെന്ന് തോന്നി, ആ ഒരു വൈബാണ്. അപ്പോൾ എന്തായാലും ബാബു ആൻ്റണി എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആൾക്കാർ അങ്ങനെ പറയുന്നത്? എന്തായാലും ജോക്സ് അപ്പാർട്ട്, താങ്ക് യു ഫോർ ലെറ്റിംഗ് അസ് നോ ദാറ്റ് ലൈഫ് ഇസ് ടു സെലിബ്രേറ്റ് as well. ആക്ച്വലി ഒത്തിരി പ്രവാസികൾ മറന്നു പോകുന്നൊരു കാര്യം കൂടിയാണ് ബിബിൻ ബ്രോ പറഞ്ഞത്. ലിവ് ഇറ്റ്. ഇത് നിങ്ങളുടെ ലൈഫാണ്. ലിവ് ദ പ്രസന്റ്. അല്ലാണ്ട് നിങ്ങൾ മടച്ചുകൊണ്ട് മാത്രമല്ല ഇരിക്കേണ്ടത്, ജീവിക്കാനും പഠിക്കും. അപ്പോൾ എന്തായാലും വൈബ് വിത്ത് ഡോക്ടർ പൂ വളരെ കളർഫുൾ വൈബിലേക്ക് എത്തിച്ച് ബിപിൻ വാക്കീസിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. സോ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി താങ്ക് യു ഡിയർ വ്യൂവേഴ്സ്. ടിൽ വി മീറ്റ് അഗൈൻ നെക്സ്റ്റ് ടൈം. അടുത്ത തവണ ബിപിൻ ബ്രോ വരികയാണെങ്കിൽ പുള്ളി പാട്ട് പാടുന്നതായിരിക്കും. പ്ലീസ് നോട്ട് ഇറ്റ്. ടേക്ക് കെയർ. ആൻഡ് ബിപിൻ ബ്രോന് എന്താ പറയാനുള്ളത് ബിഫോർ വി സൈൻ ഓഫ്? Nothing else. ഞാനെല്ലാം പറഞ്ഞു. Thank you so much. അപ്പോൾ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നേ. ബൈ.